Welcome to my channel MB for Multibagger. Disclaimer: I'm not a SEBI registered analyst. This video is intended to purely education purpose. Any exit, please do with your own due diligence or consult with your financial advisors. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനന്തരാജ് എന്ന കമ്പനിയെ കുറിച്ചാണ്. അനന്തരാജിൻ്റെ എക്സിക്യൂട്ടീവ് സമ്മറി, ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് മെട്രിക്സ്, ബിസിനസ് വെർട്ടിക്കൽ അനാലിസിസ്, സ്ട്രാറ്റജിക് ഗ്രോത്ത് ഡ്രൈവേഴ്സ്, സോട്ട് അനാലിസിസ്, ഔട്ട്ലുക്ക് ആൻഡ് കൺക്ലൂഷൻ, ഇത്രയും ഭാഗമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമ്പനിയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എവല്യൂഷൻ വരുന്നത് അനന്തരാജ് ലിമിറ്റഡ് ARL വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1985. 1985 എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. ദി കമ്പനി ഇവോൾവ്ഡ് from a construction focused entity into diversified real estate infrastructure powerhouse. ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് IT പാർക്സ് വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി പ്രൊജക്ട്സ്, സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റ്, ഓഫീസ് കോംപ്ലക്സസ്, ഷോപ്പിംഗ് മാൾ ആൻഡ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ്. അത് പ്രധാനമായിട്ട് ഡൽഹി NCR റീജിയൻ, നിയർ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്ന NCR റീജിയൻ ഇതിലാണ് ഏറ്റവും പ്രധാനം. അതുകൂടാതെ അവർക്ക് ഹരിയാനയിലും രാജസ്ഥാനിലും ആന്ധ്രാപ്രദേശിലും ചെറിയ രീതിയിലുള്ള ബിസിനസ് കൂടി അവർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് വരുന്ന ഡൽഹി NCR റീജിയനിലാണ്. ഇത് പോർട്ട്ഫോളിയോ സ്പാൻ ലക്ഷറി റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ലീസിംഗ് ആൻഡ് റാപ്പിഡ്ലി സ്കെയിലിംഗ് ഡാറ്റാ സെൻറ്റർ വെർട്ടിക്കൽ. ഇത് പുതിയൊരു പോർട്ട്ഫോളിയോ ആണ് അവരുടെ. ഏർലിയർ അവർ ചെയ്തിരുന്ന അതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോജക്ട്സ് ഒക്കെ. അപ്പോൾ സ്ട്രാറ്റജിക് പിവോട്ട് ആൻഡ് ഗ്രോത്ത് വരുന്നത് ARL ഓൺസ് അനന്തരാജ് ലിമിറ്റഡ് ഓൺസ് ലാൻഡ് ബാങ്ക് ഓഫ് 320 acres in prime location. 320 ഏക്കറോളം ഡൽഹിയിലും സമീപ പ്രദേശത്തായിട്ട് അവർക്ക് 320 ഏക്കറോളം അവരുടെ ലാൻഡ് ബാങ്ക് ഉണ്ട്. അതുകൂടാതെ കമ്പനി ഹാസ് സ്ട്രാറ്റജിക്കലി പിവോട്ട് ടുവേർഡ്സ് ഹൈ മാർജിൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ. ഹൈ മാർജിൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഡാറ്റാ സെൻറ്റേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള സർവീസസ് ഒക്കെ ആയിട്ട് അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അവർ അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. പൊസിഷൻ മൾട്ടി ഇയർ ഗ്രോത്ത് സൈക്കിൾ. അപ്പോൾ അവർക്ക് മൾട്ടി ഇയർ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഇതുവഴിയുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 19,961 കോടിയാണ്. ഒരു മിഡ് ക്യാപ് കമ്പനി എന്ന് വിശേഷിപ്പിക്കാം. കമ്പനിയുടെ കറണ്ട് PE 40.5, ROC 11.2%, ROE 10.9%, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.13%. ഡെപ്റ്റ് തീരെ ഇല്ല. ഡെപ്റ്റ് ഇപ്പോൾ 563 കോടിയാണ് നമുക്ക് Q2 കഴിയുമ്പോൾ കാണിക്കുന്നത്. സ്റ്റിൽ ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ അവർ വീണ്ടും കുറച്ച് 50 കോടിയാക്കിയിട്ട് എന്നുള്ള റിപ്പോർട്ട്സ് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്വാർട്ടറിൽ റിസൾട്ടോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. PG റേഷ്യോ 0.41%. ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിൻ ഓൾമോസ്റ്റ് 26%. ഓപ്പറേറ്റ് പ്രോഫിറ്റ് TTMൽ കമ്പനി ഏൺ ചെയ്യുന്നുണ്ട്. 3 ഇയർ സെയിൽസ് ഗ്രോത്ത് 64.6%. 5 ഇയർ സെയിൽസ് ഗ്രോത്ത് 49.5% ഉണ്ട്. 3 ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 98%. 3 ഇയർ പ്രോഫിറ്റ് പെർട്ട് ഓൾമോസ്റ്റ് ഡബിളാണ് CAGR. പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് 5 ഇയറിൽ നോക്കുമ്പോൾ 73.9%, അതായത് 74% പ്രോഫിറ്റ് ഗ്രോത്ത് 5 ഇയറിലുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ബാക്കി 5 വർഷത്തെ ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ FY21 തൊട്ട് FY22 വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ 250 കോടി FY21 സെയിലുള്ളത് 2,060 കോടിയായിട്ട് 2025 ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്യുമ്പോൾ അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് CAGR നോക്കുമ്പോൾ 52.47%. ഒരു മാസീവ് CAGR ആണ് കഴിഞ്ഞ 5 വർഷത്തെ ഗ്രോത്ത്. CAGR 52% എന്ന് പറയുന്നത് വളരെ മികച്ചൊരു CAGR ആണ്. നല്ല റവന്യൂ, ഞങ്ങൾക്ക് അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല CAGR ഗ്രോത്ത് ആണ്. 250 കോടിയിൽ നിന്ന് 2,060 കോടിയിലേക്ക് എന്ന് പറയുമ്പോൾ വളരെ മികച്ച സെയിൽസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രോഫിറ്റബിലിറ്റി പാറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ 69.66% CAGR. അതും 70%-ഓളം CAGR എന്ന് പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി. ഏതൊരു മേഖല എടുത്താലും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന അത്രയും നല്ല CAGR ആണ് 70% CAGR. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനിക്കുള്ളത്. നെറ്റ് പ്രോഫിറ്റ്, എല്ലാ ചെലവുകളും കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ CAGR ആണ് 70%-ഓളം. അത് 492 കോടിയായിട്ട് 2025 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 1,494 കോടി ഉണ്ടായിരുന്നത് FY21. ഇതിപ്പോൾ 2025 സെപ്റ്റംബറോട് കൂടിയിട്ട് 563 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ ഒരു QIP കൂടിയിട്ട് അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടണമെങ്കിൽ Q3 റിസൾട്ട് കൂടി പറയുമ്പോഴായിരിക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റുക.
ആൻഡ് പോസ്റ്റ് QIP ഇത് കമ്പനി നെറ്റ് ക്യാഷ് പോസിറ്റീവ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ക്യാഷ് പോസിറ്റീവായിട്ട് നെറ്റ് ക്യാഷ് പോസിറ്റീവായിട്ട് ടേൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നെറ്റ് ഡെറ്റ് ഇല്ലാതെ തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. Q2 റിസൾട്ട് ഇയർ ഓൺ ഇയർ, അതായത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിലെ റവന്യൂ ഈ വർഷത്തെ സെപ്റ്റംബറിലെ റവന്യൂ വേഴ്സസ് ബാക്കി നമ്മൾ അങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ 513 കോടി ഉണ്ടായിരുന്ന സെയിൽസ് റവന്യൂ ഓപ്പറേഷനിൽ നിന്നും 633 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്ത് 23% ഇൻക്രീസ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേറ്റർ പ്രോഫിറ്റ് എഡിറ്റ മാർജിൻ 27 22% ഉണ്ടായിരുന്നു, 27% ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എഡിറ്റ 164 കോടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 114 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം. 43.8% ഇൻക്രീസ് കാണാൻ പറ്റും. പാറ്റ് 138 കോടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 106 കോടിയായിരുന്നു, 30.18%. വളരെ മികച്ചൊരു ഇയർ ഓൺ ഇയർ കമ്പാരിസണാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് ബിസിനസ് വെർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഡാറ്റ ക്ലൗഡ് സെൻറ്ററിലേക്കും ബാക്കി കുറച്ച് സ്ട്രാറ്റജിക് ടൈപ്പ് ഈ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാം ഈ ഇതിൽ തന്നെ. റിയൽ എസ്റ്റേറ്റ്, റെസിഡൻഷ്യലും കൊമേഴ്സിലും കീ പ്രോജക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് കമ്പനിക്ക് ഉള്ളത് അനന്തരാജ് ലിമിറ്റഡിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ടൗൺഷിപ്പ് വരുന്നത് എസ്റ്റേറ്റ് സെക്ടർ 36A ഗുരുഗ്രാം എന്ന് പറയുന്ന ഡൽഹി നിയർ NCR റീജിയനിലുള്ള ഒരു പ്രൈമറി റവന്യൂ ഡ്രൈവറാണ്. അതിൻ്റെ കൂടെ ഒരു 11.41 മില്യൺ സ്ക്വയർ ഫീറ്റ് റെസിഡൻഷ്യൽ സ്പേസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലോഞ്ച്ഡ് ദി ന്യൂ എസ്റ്റേറ്റ് റെസിഡൻസ്, ലക്ഷറി റെസിഡൻസ് അവർ പണി കഴിപ്പിക്കുന്നുണ്ട്. അത് ആവറേജ് പ്രൈസ് വരുന്ന സ്ക്വയർ ഫീറ്റിന് 18,000 ആണ് പെർ സ്ക്വയർ ഫീറ്റ് ചാർജ് വരുന്നത്. അതായത് ലക്ഷറി സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റിന് ഹയസ്റ്റ് പ്രൈസ് ആണ് അവിടെ ഉള്ളത്. എസ്റ്റിമേറ്റഡ് റവന്യൂ 2,180 കോടി ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജോയിന്റ് വെഞ്ചർ ആയിട്ട് 50-50 ജോയിന്റ് വെഞ്ചർ ആയിട്ട് ബിർള എസ്റ്റേറ്റ് ആയിട്ട് ബിർള നവ്യ എന്ന് പറയുന്ന പ്രോജക്റ്റായിട്ട് ഇവർ ജോയിന്റ് വെഞ്ചർ വരുന്നുണ്ട്. അത് 1000 കോടിയുടെ റവന്യൂ വിസിബിലിറ്റിയാണ്, ക്യാഷ് ഫ്ലോ ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത സെഗ്മെന്റ് കമ്പനി ഡാറ്റാ സെന്റേഴ്സും ക്ലൗഡ് സർവീസസ് ആണ്. അശോക ക്ലൗഡ് എന്ന പേരിലാണ് അത് ആ ഒരു സർവീസ് അവർ നെയിം ചെയ്തിരിക്കുന്നത്. സെഗ്മെന്റ് ഗ്രോത്ത് കപ്പാസിറ്റി വരുന്നത് ആനന്ദ്രാജിന്റെ ക്ലൗഡ് ഡാറ്റാ സെന്ററും ഭാരതും അതുപോലെ സ്ട്രാറ്റജിക് ടൈപ്പ് മൂലമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ് യൂട്ടിലൈസിങ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഷെൽസ് ടു റെഡ്യൂസ് ക്യാപെക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഷെൽസ് തന്നെ അവർക്കുള്ള ബിൽഡിങ്ങുകൾ തന്നെ അവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാപെക്സ് ഇനി അഡീഷണൽ കപ്പാസിറ്റി എനിക്ക് വേണ്ട ഒരു കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ട പൈസ അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതവർക്ക് പുതിയ കെട്ടിടങ്ങളും കാര്യങ്ങളും പണിയുന്ന വേണ്ട ആ ഒരു പൈസ അവർക്ക് കുറയ്ക്കാൻ പറ്റും. ഓൾറെഡി അവർക്ക് അവർ ഉള്ള സ്പേസിൽ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഓപ്പറേഷണൽ കപ്പാസിറ്റി കറൻ്റ്ലി 28 മെഗാവാട്ട്. മനേസറിലും പഞ്ചക്കുലയിലും രണ്ട് കപ്പാസിറ്റി എക്സ്പാൻഷൻ ഡാറ്റാ സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള അത് ഒരു 28 മെഗാവാട്ട് മാത്രമാണ്. പക്ഷെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് 2032 കൂടിയിട്ട് റോഡ് മാപ്പ് എയിം ചെയ്യുന്ന 307 മെഗാവാട്ട് IT ലോഡ് ബൈ 2032 അക്രോസ് 3 ലൊക്കേഷൻസ്. ഇതുകൂടാതെ പുതിയ ഒരു ഗ്രീൻ ഫീൽഡ് കൂടി ഒരു മനേഷർ ആൻഡ് പഞ്ചകുല ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ വരുന്നുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മീൻസ് കപ്പാസിറ്റി എക്സ്പാൻഷൻ വരുന്നുണ്ട്. അതുകൂടാതെ റായ് എന്ന് പറയുന്ന ഹരിയാനയിലെ ഒരു പുതിയ ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷൻ 200 മെഗാവാട്ടിൻ്റെ കൂടി വരുന്നുണ്ട്. അപ്പോൾ 328 മെഗാവാട്ട് ഉള്ളത് 307 മെഗാവാട്ടായിട്ട് ഓൾമോസ്റ്റ് 11 ഇരട്ടി കപ്പാസിറ്റിയാണ് അവർ 2032 കൂടി പ്രതീക്ഷിക്കുന്നത്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വിത്ത് കൊളാബറേഷൻ PSU ലൈക്ക് റെയിൽടെല്ലും CSE ആയിട്ടുള്ള ഒരു PSU കൊളാബറേഷൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കോമൺ സർവീസ് സെൻറ്റേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുക. CSE നമ്മുടെ അക്ഷയ പോലുള്ള സെൻറ്ററുകളിലൊക്കെ നിങ്ങൾ പോയാൽ ഈ ഒരു വേർഡ് കാണാൻ പറ്റും, ശ്രദ്ധിച്ചറിയാൻ പറ്റും. CSE എന്നുള്ളത് അത് കോമൺ സർവീസ് സെൻറ്റർ ആണ്. അങ്ങനെയുള്ള ഗവൺമെൻറ് സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് കൂടി അനന്തരാജ് കരസ്ഥമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊളാബറേഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റെയിൽടെലിൻ്റെ കൂടെ ഒരു കൊളാബറേഷൻ ഉണ്ട്. അതുകൂടാതെ ടെക് മേഖലയിൽ ഓറഞ്ച് ബിസിനസ് ഫോർ ക്ലൗഡ്, ഓറഞ്ച് ബിസിനസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ക്ലൗഡ് സർവീസിന് വേണ്ട ഒരു ടൈപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഗൂഗിൾ ക്ലൗഡിൻ്റെ കൂടെ ഒരു MOU കൂടി അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ കൂടെയുള്ള ഒരു MOU കൂടി ഇതിൻ്റെ ഇതായിട്ട് വരുന്നുണ്ട്. ഓക്കെ.
കീ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് വരുന്നത് ലാൻഡ് ബാങ്ക് ആൻഡ് എക്സ്പാൻഷൻ. സിറ്റിക്കകത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡ് ബാങ്ക് അവർക്കുണ്ട്. അത് പക്ഷേ ഡൽഹിയിൽ മാത്രമായിട്ട് 83.43 ഏക്കർ ഫുള്ളി പെയ്ഡ് ഫ്രീ ഹോൾഡ് ലാൻഡ് പ്രൈം ഡൽഹി ഏരിയാസിൽ മാത്രം ഇവർക്ക് റിസർവ്ഡ് ഉണ്ട്. ഹൈ ഫ്യൂച്ചർ ഗ്രോത്ത് വാല്യുവേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് ഓൾറെഡി ഇനി എക്സ്പാൻഷൻ എന്തെങ്കിലും വേണ്ടി വരികയാണെങ്കിൽ തന്നെ വളരെ മികച്ചൊരു ലാൻഡ് ഡൽഹി സിറ്റിക്കകത്ത് തന്നെ അവർക്ക് പെയ്ഡ് ഫ്രീ ഹോൾഡായിട്ട് അവരുടെ കയ്യിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഒരു പുതിയ ലാൻഡ് അക്വിസിഷനോ കാര്യങ്ങളോ പൈസ ഇവർ മുടക്കേണ്ടതായിട്ടില്ല. അതൊരു വലിയൊരു കോസ്റ്റ് സേവിങ് ആയിട്ട് അവർക്ക് വരും ഫ്യൂച്ചറിൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ. പിന്നെ അവർ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം എക്സ്പ്ലോറിംഗ് ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് അഗ്രിമെൻറ്റ്. അതായത് വേറെ കമ്പനികളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബിർള എസ്റ്റേറ്റ് പോലെയുള്ള കമ്പനികളായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ചേർന്ന് ഇവർ സ്കെയിൽ വിത്തൗട്ട് ഹെവി ലാൻഡ് അക്വിസിഷൻ്റെ കോസ്റ്റ് കുറയ്ക്കുകയും ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഇവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് വീണ്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് QIP ആയിട്ട് നമുക്കിവിടെ നോക്കാം 1100 കോടി ആസ് എ QIP. QIP എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. 1200 കോടി ഇങ്ങനെ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് 2024. 2024ലും 2025 ഒക്ടോബറിലായിട്ട് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അവരത് യൂസ് ചെയ്തിട്ടുള്ളത് ഡാറ്റ സെൻറ്റർ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ആനുറ്റി ഇൻകം 1.92 മില്യൺ സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ ലീസബിൾ ഏരിയ പ്രൊവൈഡിങ് സ്റ്റേബിൾ ആൻഡ് ലോങ് ടൈം. 1.92 മില്യൺ സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ ഏരിയ അവർ ലീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അത് ലോങ് ടൈം ക്യാഷ് ഫ്ലോയിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. SWOT അനാലിസിസ്. സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സ്ട്രെങ്ത്തുകൾ ഡെപ്റ്റ് ഫ്രീ ബാലൻസ് ഷീറ്റാണ്. ഈ QIPയോട് കൂടിയിട്ട് കമ്പനി ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടുണ്ട്. നമ്മൾ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ഓൾമോസ്റ്റ് എനിക്കറിയാൻ കഴിഞ്ഞാൽ 50 കോടി മാത്രമാണ്. അതായത് 19,961 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയുടെ ഡെപ്റ്റ് 50 കോടി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ നിൽ എന്ന് പറയാം, സീറോ എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് വരണമെങ്കിൽ അടുത്ത ക്വാർട്ടർ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് അറിയാൻ പറ്റും. പിന്നെ ലോ കോസ്റ്റ് ആൻഡ് അക്വിസിഷൻ. ഓൾറെഡി അവർക്ക് ലാൻഡ് ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ അക്വിസിഷൻ ജോയിൻറ്റ് വെഞ്ചർ വഴി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ. പിന്നെ ഓൾമോസ്റ്റ് 40-50 ഇയേഴ്സ് ആയിട്ടുള്ള ലെഗസി കമ്പനിക്ക് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഡൽഹി NCR റീജിയനിലാണ് ഇവരുടെ മേജർ ചങ്ക് ഓഫ് ബിസിനസ്സും ബിൽഡിങ്സും എല്ലാം വരുന്നത്. അതൊരു ചെറിയ ത്രെട്ടാണ്. പക്ഷേ പുതിയതായിട്ടുള്ള ഗ്രീൻഫീൽഡ് കാര്യങ്ങൾ അവർ AP അതുപോലെ തന്നെ രാജസ്ഥാൻ, ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു പുതിയ സൈനും കൂടിയാണ്. ഡിവിഡൻഡ് ഈൽഡ് ഡിവിഡൻഡ് ഈൽഡ് വളരെ കുറവാണ്, 0.13% ഉള്ളൂ. അത് പക്ഷേ കമ്പനി റീഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്ത് പുതിയ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് അക്വയറും അതുപോലെ തന്നെ ഈ പുതിയ ബിൽഡിംഗ് ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അത് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ്. അത് കമ്പനിയെ സംബന്ധിച്ച് നല്ലതാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ന്യൂ ബിസിനസ് ഹൊറിസോൺ ആണ്. അതായത് സൺറൈസ് സെക്ടർ ആയിട്ടുള്ള ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലാണ് അവർ പുതുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി കമ്പനിക്ക് നൽകുന്നുണ്ട്. പിന്നെ ലോങ് ടേം റവന്യൂ ഫ്രം ലീസ് ബിസിനസ് അവർക്ക് ലോങ് ടേം റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ റൈസിംഗ് ഡിമാൻഡ് ഫോർ ലക്ഷറി ഹൗസിംഗ് ഗ്രോത്ത്. ഇപ്പം നോർമൽ ഒരു ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് വ്യത്യാസമായിട്ട് അവർ ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് കുറച്ചും കൂടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് മാർജിൻ കൂടുതലുള്ള സെഗ്മെൻറ്റിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അത് നമുക്കറിയാൻ പറ്റും. ഓൾറെഡി പ്രീവിയസ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ 2014-13 കാലങ്ങളിൽ അവരുടെ ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിൻ 4%, 6% ഇപ്പോൾ 11-12%ത്തിലേക്കും അതിൽ നിന്ന് കൂടി കൂടുതലായിട്ട് 26%ങ്ങളിലേക്കൊക്കെ ആയിട്ട് കൂടി വന്നിട്ടുണ്ട്. ത്രെഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ചലഞ്ചസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് RE എന്ന് പറയുന്ന FSI നോംസ് ഇതുപോലുള്ള നോംസ് അവരെ ഒരു ബാധിക്കാൻ പുതിയതായിട്ട് വരുന്ന ഇതൊക്കെ അവരെ ത്രെഡ്സായി വരും. പക്ഷെ അതൊരു കമ്പനീനെ ഒരു ഇതിനെ മാത്രം ബാധിക്കുന്നതല്ല. ഈ ഒരു റൂൾസ് വരുന്നത് ആ സെഗ്മെൻറ്റിനെ തന്നെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ടെക്നോളജിക്കൽ ഒബ്സലൻസ് ഇൻ ഫാസ്റ്റ് മൂവിങ് ക്ലൗഡ്സ് ഇതൊരു ത്രെട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് പെട്ടെന്ന് റിവോൾവ് ചെയ്യുന്നൊരു മേഖലയാണ്. പുതിയ IT സെഗ്മെൻറ്റ് അല്ലെങ്കിൽ AI റിലേറ്റഡ്
സെഗ്മെൻറ്റുകളൊക്കെ ഫാസ്റ്റായിട്ട് ചേഞ്ചിങ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ക്ലൗഡ് സെക്ടറിൽ വരുന്ന ചേഞ്ചസ് ഇവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ബിസിനസ്സിന് വലിയൊരു ത്രെട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഞാൻ കാണുന്ന ത്രെട്ട് ഇതാണ്. ബാക്കി റെഗുലേറ്ററി ചേഞ്ചസ് എല്ലാവരെയും ബാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്കുള്ള ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. സക്സസ്ഫുള്ളി ട്രാൻസ്മിഷൻ ഫ്രം ട്രഡീഷണൽ ഡെവലപ്പർ. അവർ ആദ്യം ട്രഡീഷണൽ ഡെവലപ്പർ ആയിരുന്നു. ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിലും IT പാർക്കിലും അതുപോലെ ഷോപ്പിംഗ് മാളും റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക ഹൈ വാല്യൂ, ഹൈ ഗ്രോത്ത്, ഹൈ ഓപ്പറേറ്റിംഗ് മാർജിനുള്ള സെഗ്മെന്റിലേക്കാണ് അവർ മാറിയിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. Combination of high value residential launches as a massive 307 data center, 300 megawatt 307 megawatt data center provides immediate revenue visibility. അപ്പോൾ നമുക്കൊരു 2032 എന്ന് പറയുമ്പോൾ ഇനിയും 6 വർഷം അല്ലെങ്കിൽ 7 വർഷത്തേക്കുള്ള റവന്യൂ വിസിബിലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഈ പൊട്ടൻഷ്യൽ നമുക്ക് ലോങ് ടൈം ആനുവിറ്റി പൊട്ടൻഷ്യൽ ഈ ലീസിലുള്ള റവന്യൂ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യുന്നതും ഒരു ലോങ് ടൈം ഇതാണ്, പ്രോസ്പെക്റ്റീവാണ്. Investor should monitor execution of RAI data center. നമ്മൾ ഓൾറെഡി പറഞ്ഞ 200 മെഗാവാട്ട് ബിഗസ്റ്റ് ഡാറ്റാ സെൻ്റർ ആണ് അവരെ സംബന്ധിച്ച്. അവരുടെ ആ പ്ലാന്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാനും ഓപ്പറേഷനിലാവുന്നതൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം. പക്ഷേ അത് സമയത്ത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ വാല്യുവേഷൻ റീറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനന്തരാജിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് മീ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വൺസ് അഗൈൻ.